1347-ൽ ഡൽഹി സുൽത്താനേറ്റിൽ നിന്നും വേർപെട്ട് അലാവുദ്ദീൻ ബഹ്മൻ ഷാ സ്ഥാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സ്വതന്ത്ര മുസ്ലിം സാമ്രാജ്യമായിരുന്നു ബഹ്മനി സുൽത്താനേറ്റ്. ഈ സാമ്രാജ്യത്തിന്റെ ആദ്യ തലസ്ഥാനം കർണാടകയിലെ ഗുൽബർഗ ആയിരുന്നെങ്കിലും 9ാമത്തെ സുൽത്താനായ അഹമ്മദ് ഷാ വാലി തലസ്ഥാനം പിന്നീട് ബീദറിലേക്ക് മാറ്റി. ബീദറിന് സമീപമുള്ള അഷ്കൂർ ഗ്രാമം ബഹ്മനി സുൽത്താൻമാരുടെ ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രദേശമാണ്. ബഹ്മനി ഭരണാധികാരികളുടെ പ്രതാപവും പേർഷ്യൻ വാസ്തുവിദ്യാ സൗന്ദര്യവും ഇപ്പോഴും ഇവിടെ ദർശിക്കാം. 15ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ സമുച്ചയത്തിൽ മുകളിൽ അർദ്ധഗോള ഘടനയുള്ള ഗുംബദ കബറിടങ്ങളാണ് ഉള്ളത്. സുൽത്താൻ ഹുമയൂൺ ഷാ ബഹ്മാനിയുടെ കബറിടം മിന്നലേറ്റ് ഭാഗികമായി തകർന്നെങ്കിലും അതിന്റെ നിർമ്മാണശൈലി ഇന്നും ശ്രദ്ധേയമാണ്. ഇവിടെയുള്ള 12 വലിയ ശവകുടീരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് സുൽത്താൻ അഹമ്മദ് ഷാ വാലിയുടെ ശവകുടീരമാണ്. ഒരു ഭരണാധികാരിയെന്നതിലുപരി ഒരു സൂഫി വിശുദ്ധനായും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ഇൻഡോ പേർഷ്യൻ ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ഈ സ്മാരകത്തിന്റെ ചുമരുകളിൽ സ്വർണ്ണ ലിപികളിലുള്ള ഖുർആൻ വാക്യങ്ങളും സങ്കീർണമായ എനാമൽ പെയിന്റിങ്ങുകളും ഇന്നും ദൃശ്യമാണ്. രാജകീയ സ്മാരകങ്ങളിൽ നിന്നും മാറി സമീപത്തെ ഒരു കുന്നിൻ മുകളിലെ അഷ്ടകോൺ ആകൃതിയിലുള്ള ചൗഗണ്ടി സുൽത്താന്റെ ആത്മീയ ഗുരുവായിരുന്ന സൂഫി വര്യൻ ഹസ്രത്ത് ഖലീലുള്ള കിർമാനിയുടെ അന്ത്യവിശ്രമസ്ഥലമാണ്. ബഹ്മനി സുൽത്താനേറ്റിന്റെ രാജകീയ പാരമ്പര്യവും സൂഫി ആത്മീയതയും ഒത്തുചേരുന്ന അഷ്കൂർ ഗ്രാമം ഡക്കാൻ ചരിത്രത്തിലെ മായാത്ത ഒരിടമാണ്.